പുതുവർഷം ഉണർന്നത് തന്നെ 14-15 വയസ്സായ 2 കുട്ടികൾ ഒരാളെ കത്തികൾ കുത്തിക്കൊണ്ടുള്ള 30 വയസ്സായ കുത്തിക്കൊണ്ടുവന്നു. പിന്നീട് അടുത്ത ഏതാനും ദിവസം കഴിഞ്ഞ സമയത്ത് നമുക്ക് കിട്ടിയിരിക്കുന്നത് കണക്ക് ജുനൈൽ റോഡിലെ മറ്റൊരു കുട്ടിയെ കരിച്ചു കൊണ്ടു. ഞാൻ എന്നെ കാണാൻ വേണ്ടിയിട്ട് മറ്റൊരു ഓഫീസർ വന്നിരുന്നു. അതായത് ശ്രീകാര്യം തിരുവനന്തപുരത്തെ ശ്രീകാര്യത്തിൽ സംഭവിച്ചൊരു കാര്യം. ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്തു. മകൻ വഴിതെറ്റിപ്പോയി എന്നുള്ളത് കേട്ടിട്ട് മകൻ നോക്കിയിട്ട് ഒരു അച്ഛൻ ആത്മഹത്യ ചെയ്തതാണ്. ഇത് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന നമ്മള് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ് കേരളത്തിന്റെ പല ഭാഗങ്ങൾ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ പ്രചരിപ്പിക്കുന്നതാണില്ല. ഇത് ഇവിടെ കാലിക്കറ്റ് ചേംബറിന്റെ ഒക്കെ ഒരു തിരിച്ചറിവ് മറ്റുള്ളവരോട് ഉൾക്കൊള്ളതാണ്. കാരണം ഇത് ഒരു 1-2 ഏജൻസികൾക്ക് തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. 2022 കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കേസ്, പോലീസിന്റെ കണക്കാണ് ഞാൻ പറയുന്നത്, എക്സൈസിന്റെ കണക്ക് എൻ്റെ കയ്യിലില്ല, വെറും ഏകദേശം 5000 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2023 ആകുമ്പോഴേക്കും അത് 30,000. ഏകദേശം 30,000-ഓളം കേസുകൾ നമ്മൾ 24-നും രജിസ്റ്റർ ചെയ്തു. കേസുകളുടെ എണ്ണം കൂടി പോലീസിന്റെ എൻഫോഴ്സ്മെന്റിനോട് മാത്രം ഇത് തീർക്കാൻ പറ്റുമോ? ഡ്രഗിന് 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന്, അതിനൊരു സപ്ലൈ സൈഡ് ഉണ്ട്, അതായത് അതിൻ്റെ ലഭ്യത എങ്ങനെയാണ്. 2, അതിൻ്റെ ഒരു ഡിമാൻഡ് സൈഡ്. ലഭ്യത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൽപാദനം, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ വിൽപ്പന, അതിൻ്റെ കടത്തിക്കൊണ്ടുപോകൽ എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചാൽ ഇതിനെയാണ് നമ്മൾ സപ്ലൈ സൈഡ് എന്ന് പറയുന്നത്. ഇത് നിർത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം പ്രധാനമായിട്ടും എൻഫോഴ്സ്മെന്റ് ഏജൻസിക്കാണ്. അതിൽ പോലീസാണ് ഏറ്റവും പ്രധാനം, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ DRI പോലെയുള്ള വിവിധ ഏജൻസികളുണ്ട്. നമ്മളെല്ലാവരും കൂടി ചേർന്ന് ചെയ്യേണ്ടതാണ്. നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്ന കഞ്ചാവുകൾ വെക്കാൻ സ്ഥലമില്ല അവസ്ഥയിൽ. ഇന്ന് രാവിലെ ഞാൻ റെയിൽവേ പോലീസിന്റെ ചീഫ് കൂടിയാണ്, ഇന്റലിജൻസിന്റെ കൂടെ. ഞങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് 27 കിലോ പിടിച്ചിട്ടുണ്ട്, മറ്റൊരിടത്തു നിന്ന് വേറെ പിടിച്ചിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പണ്ട് വാഹനങ്ങൾ കുത്തി നിറച്ചിട്ടായിരുന്നു സ്ഥലമില്ല, നിങ്ങൾക്ക് റോഡിലേക്ക്. ഇപ്പം കഞ്ചാവ് വെച്ചിട്ടാണ് സ്ഥലമില്ല. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതങ്ങനെ പെട്ടെന്ന് അങ്ങ് ഡിസ്പോസ് ചെയ്യാൻ പറ്റില്ല, അതിനൊരു ചില പ്രൊസീജിയറൊക്കെ ഉണ്ട്. പിടിക്കുന്നതിൻ്റെ അളവ് കൂടുന്നു. നമ്മളിവിടെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കഞ്ചാവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എന്തായിട്ടുണ്ട്, 0 ആയിട്ടുണ്ട്. അട്ടപ്പാടിയിലാണ് കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് ഞങ്ങളൊരു റെയ്ഡ് നടത്തി കുറച്ച് പിടിച്ചത്. ഒരു കാലത്ത് കേരളത്തിൽ ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്നത് വളരെ സുപ്രസിദ്ധമായിരുന്നു. കാരണം അതിന് ഭയങ്കര മാർക്കറ്റ് വാല്യൂ. ഇടുക്കി ഗോൾഡ് ഇപ്പം നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് എന്നോട് പണ്ട് ശ്രീലങ്ക പോലീസ് പറഞ്ഞു, നിങ്ങൾ ഇടുക്കി ഗോൾഡ് ശ്രീലങ്കയിലേക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നീട് അന്വേഷിച്ച് പറഞ്ഞു, കമ്പത്തേരി വഴി ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്നത്, നിങ്ങളായിട്ടും അവിടെ പോയി നോക്കൊന്നും വേണ്ട, ഒറീസയിലും മറ്റേമാതിരി തന്നെ ചീപ്പായിട്ട് കിട്ടുന്ന കരുതിയിട്ട് ആന്ധ്രാപ്രദേശിലും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ്. അവിടെ നിന്ന് വന്നിട്ട് ഇടുക്കിയിൽ കൊണ്ടുപോയി വെക്കും. അവിടെ രാജമുദ്ര പല സ്ഥലങ്ങളുണ്ട്, ഈ രാജക്കാട്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഹബ്ബായിരുന്നു. അവിടെ ഒരു കാലത്ത് കൃഷി ചെയ്യുന്നതിൽ എക്സ്പെർട്ട് ഉണ്ടായിരുന്നു, ഇതിൽ ഫിനാൻസ് ചെയ്യുന്നതിൽ എക്സ്പെർട്ട് ഉണ്ടായിരുന്നു, ഇതിനെ കച്ചവടം നടത്തുന്നതിൽ എക്സ്പെർട്ട് ഉണ്ട്. ഈ ആളുകൾ കുറേ പേര് പോയിട്ട് അവിടെ പോയി ഇപ്പം കൃഷി ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് പേര് മിസ്സായതിലൊക്കെ ക്രൈംബ്രാഞ്ചിൽ കേസുണ്ട്. 19ഓളം പേര് ഒറീസയിലെയും ആന്ധ്രാപ്രദേശിലെയും ജയിലുകളിൽ കിടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവർ ഈ ഇടുക്കിയിൽ കൊണ്ടുവച്ച് ഇതിന് ഇടുക്കി ഗോൾഡ് എന്നുള്ള പേരിൽ വിൽപ്പന നടത്തുന്നു. അല്ലാതെ അതൊരു ഒറിജിനൽ ഇടുക്കി ഗോൾഡ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഒരു കൺസപ്ഷൻ സ്റ്റേറ്റാണ്, പ്രൊഡക്ഷൻ സ്റ്റേറ്റ് അല്ല. ഞാൻ ഇതിൻ്റെ ഒരു പിക്ചർ പറയാം. നമുക്ക് ഡ്രഗ്സ് വരുന്നത് പ്രധാനമായിട്ടും അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒരു നല്ലൊരു കയറ്റം. ഇന്നലെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിൻ്റെ കുറച്ച് വീട് തൊഴിൽ ചെയ്തപ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നു വലിയ കെട്ട് കഞ്ചാവുകൾ കിട്ടി, അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സ് കിട്ടും. പിന്നെ നമുക്ക് കുറേ വരുന്നത് ബാംഗ്ലൂർ സൈഡിൽ നിന്നാണ്, കുറേ വരുന്നത് നമുക്കെന്താണ് ഈ ഗോവ സൈഡിൽ നിന്നാണ്. ബാംഗ്ലൂർ സൈഡിൽ നിന്നാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ്, LSD, അതേപോലെ തന്നെ നമ്മുടെ MDMA പോലുള്ള മാരകമായിരിക്കുന്നത് വരുന്നത്. കൊക്കൈൻ പോലുള്ളത് വരുന്നത് നമുക്ക് ഈ പറയുന്ന ഗോവ പോലെയുള്ള. ലാബ് ഡ്രഗ്സ് ഉണ്ട്, അതായത് നമ്മൾ ഈ ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ്, ഫാർമസ്യൂട്ടിക്കൽ ആയിരിക്കുന്ന സാധനങ്ങൾ ഡ്രഗായിട്ട് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ബൊഫ്രാനോഫിൻ, TDJC ക്യാമ്പിൾസ് പോലെയുള്ള സാധനം. ഇത് ചില സിക്കായിരിക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. ആന്ധ്രാപ്രദേശിൻ്റെ ഇവിടെ ഹൈദരാബാദിലും ഗാന്ധിനഗറിലും ഡൽഹിയിലൊക്കെ അവിടെ നിന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ വലിയ വിലക്ക് വിൽക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ പല രീതിയിലുള്ള നമ്മളെല്ലാം കൺസ്യൂം ചെയ്യുന്ന ആളുകളാണല്ലോ. ഇവിടെയുള്ള എല്ലാ സാധനവും കോഴിയിറച്ചിയും ചിക്കനും മട്ടനും ഒക്കെ നമ്മൾ കൊണ്ടുവന്ന പോലെ തന്നെ ഡ്രഗും ലാർജ്ലി ബിൻ സോൾഡ് ചെയ്യണം.
ഇത് പിടിക്കുന്നതിൽ വലിയൊരു രീതിയിൽ പോലീസിനൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതിൽ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിലും നമുക്കൊരു പരിധിയാണ്. 50% 60% ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺവിക്ട് ചെയ്യപ്പെടും. പക്ഷേ ഇന്നലെ ഞങ്ങൾ പോലീസ് കൊടുക്കുന്ന ഡിസ്കഷൻ ഇത് 2 രീതിയിലും ഇനി ശക്തിപ്പെടുത്തുന്നതിനുണ്ട്. ഇവിടെ പബ്ലിക്കിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഏതെങ്കിലും രീതിയിൽ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുമോ, പിന്നെ ട്രസ്റ്റ് വർത്തി ആയിരിക്കുന്ന വിറ്റ്നസ്സസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൺവിക്ട് ചെയ്യപ്പെടും. ഞങ്ങൾക്ക് ചില സ്ഥിരം വിറ്റ്നസ്സസ് ഉണ്ടെന്ന് ഞങ്ങൾ ആളുകൾ കളിയാക്കാറുണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സത്യസന്ധരായിരിക്കുന്ന ആളുകൾ കംഫോർട്ട് ചെയ്യും. ഇവിടെയാണ് പബ്ലിക്കിന് ഇതിൽ കോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഇൻഫോം ചെയ്യുക, അല്ലെങ്കിൽ ഇതിനകത്ത് വിറ്റ്നസ്. ഇനി ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം ഇതിൻ്റെ ഡിമാൻഡാണ്. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇക്കണോമിക്സിൻ്റെ ബേസിസ് അറിയായിരിക്കും. വേറെവർ ദർ ഇസ് ഡിമാൻഡ് ദർ വിൽ ബി സപ്ലൈ. നിങ്ങളൊക്കെ ബിസിനസ്സുകാരല്ലേ, നിങ്ങളെങ്ങനെയാണ് കച്ചവടം തീരുമാനിക്കുന്നത്? നാട്ടുകാരുടെ ആവശ്യകതയാണ് നിങ്ങളുടെ കച്ചവടം, അല്ലേ? അല്ല നിങ്ങളുടെ കയ്യിലുള്ള സിറ്റ് തീർക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ബിസിനസ് നടക്കണതിന് എന്ത് വേണം? ബേസിക്കലി യു മസ്റ്റ് സെൽ ദ പ്രോഡക്റ്റ് വിച്ച് യു പീപ്പിൾ വാണ്ട്സ്. ഇവിടുത്തെ ഇപ്പം വേണ്ട സാധനം എന്താണ്? ട്രക്കാണ്. അത് എവിടുന്നാണ് തുടങ്ങുന്നത്? LKG പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് തുടങ്ങുന്ന ഒരു അവസ്ഥയിൽ വന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ദുരന്തരകരമായിരിക്കുന്ന അവസ്ഥ. ഞാൻ ഒരിക്കലും ഞങ്ങൾ ചില ഡ്രഗ് ഡീലേഴ്സിനെയൊക്കെ ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് കുറച്ച് മുമ്പ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെ പല രീതിയിൽ ഞങ്ങൾക്ക് വാച്ച് ചെയ്യാനുള്ള സംവിധാനം. ഇപ്പം ഒരു ലേഡിയാണ് വിൽപ്പനക്കാരി. അവരോട് ഈ വെണ്ടേഴ്സ് വിളിച്ചു ചോദിക്കുക, അതായത് റീറ്റെയിൽ, നിങ്ങളെ ഭാഷയിൽ പറഞ്ഞ ഹോൾസെയിൽ വിൽപ്പന എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ്. റീറ്റെയിലർ വിളിച്ചു ചോദിക്കുക. റീറ്റെയിലർ വിളിച്ച് ചോദിക്കുമ്പോൾ പറയുന്നത് അവർ 10 കെട്ട് വേണം, 10 കെട്ട് വേണം. ഇപ്പോൾ ലേഡി പറയേണ്ടത് എനിക്ക് ഒരു കെട്ടേ ഇപ്രാവശ്യം തരാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിനകത്ത് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും എന്നുള്ളൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഒരു കെട്ടുകൊണ്ട് എന്താ, ഒരു കെട്ടെന്ന് പറഞ്ഞാൽ 20 കിലോ ആണ്. ഇയാൾ 10 കെട്ട് വേണം വിൽപ്പനയ്ക്ക് കൊണ്ടുപോകാനെന്നാണ് ചോദിക്കുന്നത്. അത് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള സങ്കടമാണ് ലേഡി പറഞ്ഞത്. അത് കിട്ടിയിലുണ്ടാകാവുന്ന വിഷമാണ് അങ്ങേപ്പുറത്ത് പറഞ്ഞത്. അത്രയും വലിയ ഒരു ഹ്യൂജ് ഡിമാൻഡ് ദർ ഈസ് ഇൻ അവർ കേരള.